മെമ്പാടുമെന്ന് മലയോര കർഷകരും സാധാരണ ജനങ്ങളും കടുത്ത ഭീതിയിലും വേദനയിലും കഴിയുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാവരും വയനാട്ടിലായിരുന്നു. വയനാട്ടിൽ ആളുകൾക്ക് നേരെ കടുവയുടെ അക്രമം, പുലിയുടെ അക്രമം, അത് കഴിഞ്ഞിട്ട് പുലി കടിച്ചു കൊന്ന 2 പേരുടെ വീട്ടുകളിൽ, ഒന്ന് തോമസിന്റെ വീട്ടിൽ, രണ്ടാമത് പ്രജീഷിന്റെ വീട്ടിൽ ഞാൻ അടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളും അവിടെ സന്ദർശിച്ചതാണ്. അത് കഴിഞ്ഞാണ് മാനന്തവാടിയിൽ ആന ഇറങ്ങി ആളുകളെ കൊന്ന സംഭവമുണ്ട്. അവിടെയും ഞങ്ങൾ പോയതാണ്. എന്നാണ് നേര്യമംഗലത്ത് ആന ഇറങ്ങി ജനങ്ങളെ മുഴുവൻ ഭീതിയിലാക്കി നമ്മുടെ ഒരു സഹോദരിയെ കൊന്നു എന്നുള്ള വാർത്ത ഞങ്ങൾ ശ്രമിക്കുന്നത്. എങ്ങനെ മനുഷ്യന് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ്. ഇത് കേവലം മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ MP പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസമാണ് നിരാഹാരം നടത്തിയത്. ആ നിരാഹാര വേളയിൽ അദ്ദേഹവുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും വനംവകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെടുകയും ആ നിരാഹാരം അവസാനിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ മന്ത്രിയുടെ വാക്കുകളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ഗവൺമെന്റിന്റെ വാക്കുകളിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല. അടിക്കടി കേരളത്തിന്റെ വനവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്ന കർഷകർക്കും സാധാരണക്കാർക്കും ഗവൺമെന്റ് നൽകുന്ന ഒരു ഉറപ്പിലും വിശ്വാസമില്ലാത്ത സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ എങ്ങനെ കഴിയുന്നു എന്ന് ഇതുവരെ എന്തുകൊണ്ട് ഗവൺമെന്റ് ആലോചിക്കുന്നില്ല? മലയോര മേഖലകളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് സുരക്ഷിതത്വം, കർഷകർക്ക് സുരക്ഷിതത്വം, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് സംരക്ഷണം, ജനങ്ങൾക്ക് സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്താൻ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഞാൻ തമിഴ്നാട്ടിലെ വനം മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം വേറൊരു കാര്യത്തിൽ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞങ്ങൾ തമിഴ്നാട്ടിൽ കാടിനുള്ളിലെ ജലസംഭരണികളിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഞങ്ങൾ കാട്ടിലിടുകയാണ്. അതുകൊണ്ട് ആ പ്രദേശങ്ങളിലൊന്നും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളത് അവരെന്നോട് സൂചിപ്പിച്ചത്. കേരളത്തിലെ വനം വകുപ്പ് എന്ത് ചെയ്യുന്നു? വനം വകുപ്പ് ആനകൾക്ക് കുടിക്കാൻ വനത്തിനകത്ത് ജലസംഭരണികൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ട്? മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കാത്തത് എന്തുകൊണ്ട്? വയനാട്ടിൽ ഞാൻ പോയപ്പോൾ നെൽക്കതിരുകൾ വിളഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളിൽ മയിലുകൾ കൂട്ടത്തോടെ ഇറങ്ങി നെൽക്കതിര് മാത്രം കൊണ്ടുപോവുകയാണ്.
നെൽക്കതിരുകൾ മാത്രം എടുത്തുകൊണ്ട് പോവുകയാണ്. ഗന്ധകശാല, ജീരകശാല തുടങ്ങിയിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള അരി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് എന്നോട് അവര് ഈ സംഭവങ്ങൾ പറഞ്ഞത്. കൂട്ടം കൂട്ടമായി മയിലുകളിറങ്ങി നെല്ല് കൊണ്ടുപോകുന്നു. കാട്ടാനകളിറങ്ങി നാട്ടിലിറങ്ങി ആളുകളെ ആക്രമിക്കുന്നു. അതോടൊപ്പം തന്നെ പുലിയിറങ്ങി ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു, ആക്രമിക്കുന്നു. കാട്ടുപന്നി ഇറങ്ങി മുഴുവൻ വസ്തുക്കളും ഇല്ലാതാക്കുന്നു. ഇത് ഈ നാടിന്റെ ഒരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മൊത്തം മലയോര മേഖലകളിൽ ഈ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പെരുമ്പാവൂർ MLA കുന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ ഒരു പഞ്ചായത്ത്, വേങ്ങോട് പഞ്ചായത്തിൽ ഇതുപോലെ വൈകുന്നേരം ഒരു സമരം നടത്തി. ഞാൻ ആ സമരത്തിന് പോയതാണ്. അവിടെ ഇതുപോലെ ആനകൾ ഇറങ്ങുന്നു, ജനങ്ങൾ ഭയവികൾ. ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോ തന്നെ സംസാരിക്കുന്നതിന് മുമ്പ് ആളുകൾ ചിതറി ഓടുന്നത് കണ്ടു. ആളുകൾ പേടിച്ച് ആന ഇറങ്ങിയെന്നുള്ള വാർത്തയാണ്. എന്നെ എങ്ങനെങ്കിലും പ്രസംഗിപ്പിച്ച് അവരയക്കുകയാണ്. ഇത് എല്ലാ മേഖലയിലുമുണ്ട്. തൃശൂരിലെ ഒല്ലൂർ പോലെയുള്ള നിയോജകമണ്ഡലങ്ങളെ വനവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ, വനാതിർത്തികളിൽ, പാലക്കാട്, കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലും ജനങ്ങൾ ഭയവിഹ്വലരായി കഴിയുകയാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്തത്? മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും കൊടുത്താൽ ഒരുപക്ഷെ അവരെ നാട്ടിൽ ഇറങ്ങാത്ത സ്ഥിതി ഉണ്ടാകും. അതിനുവേണ്ട യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെക്കാൻ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിൽ തന്നെ നിയമമുണ്ട്. എന്തുകൊണ്ട് ആ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല? ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ കർഷകരും കർഷക സമൂഹവും ഭയവിഹ്വലരായി കഴിയുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനോടൊപ്പമാണ് ഇന്ന് ഈ നേര്യമംഗലത്തുണ്ടായ ദാരുണമായ സംഭവം. ആ സംഭവത്തിൽപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിലായ ഇന്ദിര എന്ന് പറയുന്ന നമ്മുടെ സഹോദരി മരണപ്പെടുകയുണ്ടായി. സ്വാഭാവികമായി ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകും. ഈ പ്രതിഷേധത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനായ എന്ത് ഗവൺമെന്റ് നടപടി ഉണ്ടായി? ഇതേ തുടർന്ന് എല്ലായിടത്തും ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. നാളെ ഇതിവിടെ ഉണ്ടാവില്ലേ? നാളെ ഞങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകില്ലേ? വയനാട്ടിൽ ചെന്നപ്പോ കാണാൻ കഴിഞ്ഞത് കുട്ടികൾ സ്കൂളിൽ പോവില്ല, വീടിന് വെളിയിൽ ആളുകൾ ഇറങ്ങില്ല. മാത്രമല്ല കടകമ്പോളങ്ങളിൽ പോകാൻ മടിയാണ്. എപ്പോഴാണ് ഈ ആനകൾ ഇറങ്ങുന്നത്, പുലി ഇറങ്ങുന്നത് എന്ന് കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് അവിടുത്തെ ജനങ്ങൾക്കുള്ളത്. അവിടെയാണെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് പോലുമില്ല. മെഡിക്കൽ കോളേജിന്റെ ബോർഡ് മാത്രമേ ഉള്ളൂ. ഈ തോമസ് എന്ന് പറയുന്ന കടുവ പിടിച്ച ആളുടെ വീട്ടിൽ ഞാൻ പോയി. തോമസിന്റെ വീട്ടുകാരെന്നോട് പറഞ്ഞത് തോമസിനെ അടിയന്തരമായ ഒരു മെഡിക്കൽ ചികിത്സ നൽകിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയത് മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ചിരിക്കുന്ന ഒരു ആശുപത്രിയിലാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മെഡിക്കൽ കോളേജിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു കൊണ്ടുപോയ സംഭവം ആദ്യത്തേതാണ്. രക്തം വാർന്നാണ് തോമസ് അന്ന് മരിക്കുന്നത്. ഈ പ്രജീഷ് എന്ന് പറയുന്ന ആളെയും ഇത് പിടിച്ച സന്ദർഭത്തിൽ
വേണ്ടത്ര വൈദ്യ ശുശ്രൂഷ നൽകിയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു. എന്തുകൊണ്ട് ഗവൺമെന്റ് രക്ഷപ്പെടുത്താൻ തയ്യാറായില്ല? ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവമാണ്. മന്ത്രി എന്നുള്ള നിലയിൽ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ജീവന് സ്വത്തിന് സുരക്ഷിതത്വം നൽകാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്താൻ സർക്കാർ തയ്യാറാകാത്തതാണ് ഇന്നുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി ഇവിടെ ഇല്ല. ഇത്രയും സംഭവം ഉണ്ടായിട്ടും വയനാട്ടിൽ ആ മന്ത്രി ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ 2 മന്ത്രിമാരെ കൂടെ കൂട്ടിയാണ് അദ്ദേഹത്തിന് അവിടെ പോകാൻ, മരിച്ച വീട്ടിൽ പോലും പോകാൻ കഴിഞ്ഞത്. അതോ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ അവിടെ വന്ന് ഞങ്ങളൊക്കെ സന്ദർശിച്ച് പോയ ശേഷമാണ് മന്ത്രി 2 മന്ത്രിമാരുമായി ചേർന്ന് അവിടെ സന്ദർശിച്ചത്. അക്രമത്തിൽ പരിക്കേറ്റ് ജീവൻ നഷ്ടപ്പെട്ട ശേഷം നഷ്ടപരിഹാരം കൊടുത്തതുകൊണ്ട് കാര്യമാകുന്നുണ്ടോ? മനുഷ്യജീവനുകളാണ് ഇവിടെ പൊലിയുന്നത്. ആളുകളുടെ ജീവിതം പൊലിയുമ്പോൾ ആ കുടുംബത്തിന്റെ ഭദ്രതയും നിലനിൽപ്പും തന്നെ ഇല്ലാതാകുന്നു. കുടുംബങ്ങൾ അനാഥമാകുന്നു. സാധാരണക്കാരുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയരുന്നു. വനാതിർത്തിയുമായി ബന്ധപ്പെട്ട് കിടന്ന് വീട് വെച്ച് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇന്ന് കടുത്ത പ്രതിസന്ധിയിലും വേദനയിലും കഴിയുകയാണ്, പരിഭ്രാന്തിയിൽ കഴിയുകയാണ്. ഇന്ന് 2 MLA-മാർ ശ്രീ മാത്യു കൊളനാടനും കുന്നപ്പള്ളി ഇവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് ഇതിനൊരു പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. എന്നാണ് ഈ മനുഷ്യരുടെ ദുരിതമെന്ന് തീരുക? വയനാട്ടിൽ ആനയും കടുവയും കാട്ടുപോത്തും ആളുകളെ ആക്രമിക്കുമ്പോൾ ഇവിടെ ഇതാ ആന വന്നുകൊണ്ട് മനുഷ്യരുടെ ജീവന് നേരെ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. മൂന്നാറിലെ സംഭവം ഇത് തന്നെയായിരുന്നു. മൂന്നാറിൽ നിരന്തരമായി പടയപ്പ പോലെയുള്ള ആനകൾ ഇറങ്ങി വരുന്നു, ആനക്കൂട്ടങ്ങളെ ഇറങ്ങി വരുന്നു. ഇവിടെ ഗവൺമെന്റ് ശമ്പളം പോലും കൊടുക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക്. ശമ്പളം മുടക്കികൾ, പെൻഷൻ മുടക്കികൾ, ജീവിതം തന്നെ മുടക്കിക്കളയുന്ന അവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ക്ലിഫ് ഹൗസിൽ എത്തിയാൽ മാത്രമേ ഇന്ന് രക്ഷയുള്ളൂ എന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മരപ്പട്ടി മൂത്രം ഒഴിച്ചപ്പോൾ 45 ലക്ഷം രൂപ അനുവദിച്ചു. പാവപ്പെട്ടവന്റെ ജീവിതം നഷ്ടപ്പെടുമ്പോൾ അവന് ധനസഹായവുമില്ല, ആശ്വാസ നടപടികളില്ല. ജീവൻ മറക്കരുത്. എത്ര ദിവസമായി ഇതെന്തുകൊണ്ട് ഗവൺമെന്റ് പരിഹാരം കണ്ടെത്തുന്നില്ല? ഇവിടെയെല്ലാം കുളം തോണ്ടുന്ന ഒരു ഗവൺമെന്റാണ് ഉള്ളത്. ആ ഒന്ന് പോകാനുള്ള അവസരം എനിക്കുണ്ടായി. 2 ആൾ പൊക്കത്തിലുള്ള വലിയ മതിലുകൾ കെട്ടി, കിടങ്ങുകൾ കുഴിച്ച് ഒരു വന്യജീവിക്കും കടന്നു വരാൻ കഴിയാത്ത നിലയിൽ കേരള കർണാടക അതിർത്തിയിലാണ് സംരക്ഷണ ഭിത്തി കെട്ടി ജനങ്ങളെ സംരക്ഷിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നില്ല? അതുകൊണ്ട് മനുഷ്യന്റെ ജീവന് സംരക്ഷണം ഉണ്ടാകണം, സ്വൈര്യമായി കഴിയാനുള്ള അവസ്ഥയുണ്ടാകണം. ഇത് വന്യജീവികളുടെ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വന്യജീവികൾക്ക് വനത്തിനകത്ത് കഴിയാനുള്ള സാഹചര്യം ഒരുക്കണം, ഭക്ഷണവും വെള്ളവും കൊടുക്കണം, നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇനി ഒരു നിവൃത്തിയുമില്ലെങ്കിൽ അക്രമകാരികളാണെങ്കിൽ അവയെ വെടിവെച്ചു കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാകേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്.
നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നിയമങ്ങൾ നടപ്പാക്കേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയരുന്ന ഈ സാഹചര്യത്തിൽ ആ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്നാൽ പരിഷ്കരിക്കണം. നിയമങ്ങൾ മാറ്റണമെന്ന് വന്നാൽ മാറ്റണം. പരിഷ്കൃത രാജ്യങ്ങളിൽ പോയാൽ 5 വർഷത്തിലൊരിക്കൽ ഹണ്ടിങ് ഉണ്ട്. കാരണം ഈ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ച് വന്നാൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ കണക്ക് അമേരിക്കയാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ ഹണ്ടിങ്ങിനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുമൊക്കെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ആ രാജ്യങ്ങളിലൊന്നും മൃഗസ്നേഹികൾ ഇല്ലാത്തതുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? ആ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടി, അത് ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പൊ ആത്യന്തികമായി നിയമങ്ങൾ മുഴുവൻ മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അത് ചെയ്യാതെ വനങ്ങളിൽ നിന്ന് വന്യജീവികൾ ഓരോന്നിറങ്ങി മനുഷ്യനെ പിടിച്ച് തിന്നുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകുന്നത് ദുഃഖകരമാണ്. അതിനെതിരെ ഇവിടെ നടത്തുന്ന ഈ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ അനിശ്ചിതകാല ഉപവാസ പരിപാടി ആരംഭിച്ചിരിക്കുന്ന കുന്നപ്പള്ളിക്കും കൊള്ളനാടിനും എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ നേരുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, UDFന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സന്നദ്ധ ഭടന്മാരും നേതാക്കന്മാരും നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ ഞങ്ങൾ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ യാത്രയിലായിരുന്നെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പോലീസിനോട് ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്നവരല്ല, നിയമം കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷേ നിരപരാധികളായ പാവപ്പെട്ട ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ പോലീസിനും വനം വകുപ്പിനും സർക്കാരിനും കഴിയാതെ വരുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് കടന്നു വരേണ്ടി വരുന്നത് സ്വാഭാവികമായ ഒരു പ്രതിഷേധം മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നാട്ടിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ നടപടികൾ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ വേദിയിൽ ഒത്തിരി UDFന്റെ സമുന്നതരായ നേതാക്കന്മാർ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 2 ജനനേതാക്കന്മാർ, ജനപ്രതിനിധികൾ നടത്തുന്ന അനിശ്ചിതകാല ഉപവാസ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ഉപവാസ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ്.